മെയ് 4-നാണ് റിസൾട്ട് വന്നത്. ഏതാണ്ട് 25 ദിവസത്തിലധികം കാത്തിരുന്നതിന് ശേഷം ആണ് റിസൾട്ട് വന്നത്. ഇന്ന് മെയ് 11-ാം തീയതിയായി. 7 ദിവസം പിന്നിട്ടിട്ടും ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയാനായിട്ടില്ല. ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. ഇതിനിടയിൽ വന്ന ഒരു വാർത്ത, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന നിലയിലായിരുന്നു. എങ്കിൽ ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ അടക്കം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തീരുമാനമായിട്ടില്ല, കൂടുതൽ ചർച്ചകൾ ഉണ്ട് എന്നതിന്റെ സൂചനകളാണ് അത് നൽകുന്നത്. അപ്പോൾ ഇനിയും തീരുമാനമായില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് ഡൽഹിയിൽ നടക്കുന്നത്? തീരുമാനം നീളുമോ? ആർക്കാണ് ഈ ചർച്ചകൾ അനുകൂലമാകുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കൂടിയാലോചനകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വിശാല കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കുമുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഹൈക്കമാൻഡ് എന്നതാണ് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധി ആ ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആരാണ് എന്നതിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്ന് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകില്ല, നാളത്തെ സാധ്യതകളും കുറയുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ PCC അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K. മുരളീധരൻ, K. സുധാകരൻ ഇവരൊക്കെ നാളെ ഡൽഹിയിലേക്ക് എത്തും. അതിനുശേഷം ഇവരുമായുള്ള ചർച്ചകൾ നടക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നാളെ വൈകുന്നേരത്തോടോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ തീരുമാനമുണ്ടാകും എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ ചില നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടി അഭിപ്രായം ഹൈക്കമാൻഡ് തേടുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. M ഹസനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ളവർ പോകുന്നുണ്ട് ഡൽഹിയിലേക്ക്. ഇന്ന് രാത്രി തന്നെ ഇവർ ഡൽഹിയിലേക്ക് പുറപ്പെടും എന്നതാണ് മനസ്സിലാകുന്നത്. ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ആര് എന്ന ചോദ്യങ്ങൾ സജീവമാകുന്ന സമയം കൂടിയാണ്. ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിനാണ് നിലവിൽ മുൻതൂക്കം ഉള്ളത് എന്നതിന്റെ സൂചനകൾ നേരത്തെ മുതൽ തന്നെ വരുന്നതാണ്. ഇന്നലെ രാത്രി തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങളുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി രാഹുൽ ഗാന്ധി കാര്യങ്ങൾ സംസാരിച്ചു. കൂടാതെ പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ അഭിപ്രായം തേടി എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. സഖ്യകക്ഷി നേതാക്കളുമായും രാഹുൽ വീണ്ടും ഫോണിൽ സംസാരിക്കും എന്നതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. ഘടകകക്ഷികൾക്കും വലിയ എതിർപ്പ് കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ ഉണ്ടാകാൻ ഇടയില്ല എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കെ.സിക്ക് നറുക്ക് വീഴുമെന്നതൊക്കെയാണ് കരുതിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ വീണ്ടും ചർച്ചകൾ കൂടുതൽ വിപുലമാക്കുന്നു എന്നതിന്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇനി നിർണായകമാകുന്നത് സോണിയാഗാന്ധിയുടെ നിലപാട് ആയിരിക്കും എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വിഷയം സോണിയാഗാന്ധിയുടെ മുന്നിലാണ് ഇപ്പോഴുള്ളത്. സോണിയയുടെ അഭിപ്രായം അതായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നയിക്കുക എന്ന് കരുതുന്നു. ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ മനസ്സിൽ ആര് എന്ന കാര്യത്തിലും വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ഡൽഹിയിൽ തങ്ങി രമേശ് ചെന്നിത്തല നേതാക്കളെ കാണാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. തന്റെ സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഡൽഹിയിൽ നേതാക്കളെ വിളിപ്പിച്ച് അവിടെ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം നേതാക്കൾ മടങ്ങിയെത്തി. പക്ഷേ തീരുമാനം മാത്രം വൈകുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രഖ്യാപനം ഡൽഹിയിൽ തന്നെ വേണമോ അതോ കേരളത്തിൽ നടത്തണമോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കേരളത്തിലാണെങ്കിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ച് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡൽഹിയിലാണെങ്കിൽ ഖർഗെയോ രാഹുൽ ഗാന്ധിയോ ഈ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം അനുനയ ഫോർമുല എന്ന വണ്ണം ഉപമുഖ്യമന്ത്രി പദം ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അത്തരം സാധ്യതകളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകില്ല എന്നതാണ് പുറത്തുവരുന്ന ഇപ്പോഴത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നതാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. ചർച്ചകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായും ചർച്ച ചെയ്തു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും എന്നതാണ് രമേശ് ചെന്നിത്തല ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്.
ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല, ചർച്ചയെല്ലാം കഴിഞ്ഞു. ഇല്ല, വലിയ താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല, എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ്. ഇനിയിപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. അത് അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. ഏത് തീരുമാനമെടുത്താലും അംഗീകരിക്കും എന്നതാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കെ.സിയും വി.ഡി. സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദങ്ങളിൽ ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഏത് തീരുമാനം വന്നാലും അത് അംഗീകരിക്കുമെന്നതാണ്. നേതാക്കൾ പുറമേക്ക് അത്തരം നിലപാടുകൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഹൈക്കമാൻഡിന്റേതായിരിക്കും അന്തിമ തീരുമാനം, അതെല്ലാവരും അനുസരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും വി.ഡി. സതീശൻ കടുത്ത നിലപാടിൽ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സിയും വി.ഡിയും തമ്മിലുള്ള മത്സരം എന്ന നിലയിലേക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദം ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ് സാഹചര്യം. എന്തായാലും കടുത്ത നിലപാട് വി.ഡി. സതീശൻ തുടരുകയാണ്. മറ്റൊരു സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ മറ്റൊരു സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന ഒരു സൂചനയാണ് വി.ഡി. സതീശൻ പക്ഷം നൽകിയിട്ടുള്ളത്. ആ നിലപാടിൽ വി.ഡി. സതീശൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജനവികാരം എന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇനിയും ഘടകകക്ഷികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തും എന്ന വിവരങ്ങളാണ് വരുന്നത്. അതൊക്കെയും വി.ഡി. സതീശന് അനുകൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്നതാണ് കരുതുന്നത്. അപ്പോൾ കെ.സി എന്ന ഒരു പേരിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നതിന് ശേഷം വീണ്ടും വിശാലമായ ചർച്ചകളിലേക്ക് കടക്കുന്നത് വി.ഡി. സതീശന്റെ കടുംപിടുത്തം മൂലം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ ഫ്ലെക്സ് യുദ്ധവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുശേഷം ആ ഫ്ലെക്സ് യുദ്ധം ഒന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി തർക്കത്തിൽ ഇനി കേരളത്തിൽ ഫ്ലെക്സും പരസ്യ പ്രതിഷേധവും പാടില്ല എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം തള്ളി വീണ്ടും വി.ഡി. സതീശനായി ഫ്ലെക്സുകൾ ഉയരുന്ന കാഴ്ച കൂടി നമ്മൾ ഇന്ന് കണ്ടു. കൊല്ലത്ത് വി.ഡി. സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. പുനലൂർ KSRTC ജംഗ്ഷനിലാണ് ബോർഡ് വെച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ബോർഡ് സ്ഥാപിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആരാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന വാചകവും ചിത്രവും വി.ഡി. സതീശന്റെ ചിത്രവും ഈ ഫ്ലെക്സിലുണ്ട്. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് പുനലൂർ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയത്. ഇതിന് പിന്നാലെയാണ് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള കൂറ്റൻ ഫ്ലെക്സ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ വീണ്ടും ഫ്ലെക്സ് യുദ്ധം നടക്കുന്നു എന്നതാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും പരസ്യ പ്രതിഷേധം പാടില്ല എന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഇതുപോലെയുള്ള ഫ്ലെക്സുകൾ നീക്കം ചെയ്യണമെന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു. കൊല്ലത്താണ് വി.ഡി. സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വി.ഡി. സതീശനോടുള്ള അല്ലെങ്കിൽ വി.ഡി. സതീശന് വേണ്ടിയുള്ള ആ അവകാശവാദം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു എന്നതിൻ്റെ സൂചനകളായി കൂടി നമ്മൾ കാണണം. തീരുമാനം ഏതാണ്ട് ഞായറാഴ്ചയോടുകൂടി ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഞായറും കഴിഞ്ഞു, തിങ്കൾ ഇന്നും തീരുമാനമുണ്ടാകില്ല എന്നൊരു സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ അതൃപ്തി കോൺഗ്രസിലും ഘടകകക്ഷികൾക്കിടയിലുമൊക്കെ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നത് കെ മുരളീധരൻ തന്നെ സമ്മതിക്കുകയാണ്. ഹൈക്കമാൻഡ് എന്ന് തീരുമാനം പറയുമെന്നറിയില്ല. താൻ ഉൾപ്പെടെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ട്രെയിൻ പ്രതികൂല കാലാവസ്ഥ കാരണം സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല. നമ്മൾ ട്രെയിനിന് പിന്നാലെ ഓടിയിട്ട് കാര്യമില്ലല്ലോ എന്നും കെ മുരളീധരൻ പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ തീരുമാനം വൈകുന്നതിനെതിരെയുള്ള അതൃപ്തി പുകയുന്നു എന്നതിനാണ് കെ മുരളീധരന്റെ വാക്കുകൾ നൽകുന്ന സൂചന. എന്തായാലും കെ മുരളീധരൻ നാളെ ഡൽഹിയിലേക്ക് എത്തും. ഈ ചർച്ചകളുടെ ഭാഗമാകുമെന്ന് മനസ്സിലാക്കുന്നു. കെ മുരളീധരന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഒപ്പം VM സുധീരൻ. എന്നെ ദീപാദാസ് മുൻഷിയാണ് വിളിച്ച് നാളെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ കാണണമെന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് നാളെ 6 മണിയുടെ ഫ്ലൈറ്റിന് പോവാണ്. 9 മണിക്ക് എത്താം. 10 മണിയാകുമ്പോൾ ഓഫീസിൽ ചർച്ചയുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഒരു വിശാലമായ ചർച്ചയിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ? എങ്ങനെ? അതായിരിക്കും. അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എന്റെ പ്രതീക്ഷ. എന്താണെന്ന് നാളെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ.
അന്ന് ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വന്ന സമയത്ത് അടക്കമുള്ള ആളുകൾ കൃത്യമായി അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അതിനെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു ഉത്തരവിനെയും ഞങ്ങൾ ലംഘിക്കില്ല. ഒരു സർപ്രൈസ് ആയിട്ടാണ് അറിഞ്ഞത്. ഇപ്പം തന്നെ മെസ്സേജ് കിട്ടിയത്. അപ്പോൾ നാളെ പോകുന്നുണ്ട്. നാളെ 11 മണിക്കൊരു ഫ്ലൈറ്റ് പോകും. എന്തിനാണ് എത്താൻ അങ്ങനെ പറഞ്ഞു അവിടെ എത്തി കോൺഗ്രസ് ലീഡർഷിപ്പിനെ കാണാന്നുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കും. അങ്ങയുടെ താല്പര്യം എന്താണ്? ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ? ഞാൻ അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായിട്ട് വിശദീകരണം. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ വിജയമാണോ അതോ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് ആണോ? എന്താണ് അംഗീകാരം? അല്ല, ഇത് ടീം UDF എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവും മറ്റുള്ള നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ഉയർത്തിപ്പിടിക്കുന്നത്. ടീം UDFന്റെ വിജയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എത്രയും പെട്ടെന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ. വലിയ രീതിയിലുള്ള അതൃപ്തി കോൺഗ്രസിനുള്ളിലുണ്ട്. എന്തായാലും VM സുധീരനും കെ മുരളീധരനും ഒക്കെ നാളെ ഡൽഹിയിലെത്തുകയാണ്. ഡൽഹിയിലായിരിക്കും കൂടുതൽ ചർച്ചകൾ നടക്കുക. നേരത്തെ രാവിലെ കണ്ടപ്പോൾ കെ മുരളീധരൻ ഈ തീരുമാനം വൈകുന്നതിലുള്ള അതൃപ്തി തന്നെ പരസ്യമാക്കിക്കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ ലീഗിന്റെ നേതാക്കളുടെ പരസ്യ പ്രതികരണം ഉണ്ടായ ദിവസം കൂടിയാണ്. ലീഗിൽ നിന്നൊക്കെ പരസ്യ പ്രതികരണം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള തീരുമാനം വൈകുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. വിജയാഹ്ലാദ പ്രകടനങ്ങൾ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാഹചര്യം ഇപ്പോഴത്തെ ഈ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള അഭിപ്രായം ലീഗിന്റെ നേതാക്കൾ തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MLA-മാർക്ക് നേരെ പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. നാദാപുരം MLA KM അഭിജിത്തിനെതിരെ പ്രതിഷേധം അറിയിച്ച് പ്രവർത്തകർ രംഗത്ത് വന്നതാണ് ദൃശ്യങ്ങൾ സഹിതം പുറത്തായത്. നാദാപുരത്തെ സ്വകാര്യ പരിപാടിയിലാണ് ഇവർ എതിർപ്പ് അറിയിച്ചത്. അതേസമയം MLA-മാരുടെ പട്ടിക വ്യാജമെന്നാണ് KM അഭിജിത്ത് പറയുന്നത്. താൻ KC വേണുഗോപാലിന് പിന്തുണച്ചു എന്ന തരത്തിൽ വന്ന ചിത്രം അത് AI ചിത്രമാണ് എന്ന് KM അഭിജിത്ത് പറയുന്നു. നാദാപുരത്തെ കല്യാണ വീട്ടിൽ വെച്ച് അഭിജിത്തിനെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ പ്രതികരണം. ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ലീഗ് നേതാക്കൾ, ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ KM അഭിജിത്തിനെ ചോദ്യം ചെയ്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് AI ആണ് എന്ന് പറഞ്ഞ് KM അഭിജിത്ത് അതിൽ നിന്ന് മാറുന്നതും അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും വലിയ അനിശ്ചിതത്വം ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഈ വലിയ വിജയത്തിന്റെ തിളക്കം തന്നെ കുറച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കോൺഗ്രസിലും ഘടകകക്ഷികൾക്കിടയിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് അതൃപ്തി പുകയുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും കൂടുതൽ ചർച്ചകളിലേക്ക് നേതാക്കളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. കൂടുതൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു എന്നതിൻ്റെ സൂചനകൾ വരികയാണ്. എന്തായാലും 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച തെരഞ്ഞെടുപ്പ് വിജയം അത് ഈ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിമാറിയത് വലിയ മോശം പ്രതിച്ഛായ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.